യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം, അതിൽ 20 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. യേശുനാഥൻ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമൊക്കെ മുൻകൂട്ടി പറഞ്ഞിരുന്ന പ്രവചന ഭാഗങ്ങളൊക്കെ ഈ ഒരു വലിയ ആഴ്ചയിൽ നാം പുനർവിചിന്തനം ചെയ്യുന്ന കാലഘട്ടമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. അഴിയുന്നില്ലെങ്കിലോ അതിന് ഫലം പുറപ്പെടുവിക്കാൻ ആകില്ല. കൃഷിയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നാം വിത്ത് വിതയ്ക്കുന്നത് ആ വിത്ത് ആയത് പുതിയ ഒരു കൂട്ടം തൈകൾക്ക് അല്ലെങ്കിൽ ധാന്യങ്ങൾക്ക്, മരങ്ങൾക്ക് ഒക്കെ ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ്. അത് ഏത് വിത്തിൻ്റെ പ്രത്യേകതയാണ്. ഗോതമ്പ് മണി ഒരു ഗോതമ്പിൽ നിന്ന് 100 കണക്കിന് ഗോതമ്പ് അരികൾക്ക് ജന്മം കൊടുത്തിട്ടാണ് കടന്നു പോവുക. ഒരു മരച്ചില്ലയിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഒരിലയ്ക്ക് പോലും താഴെ കിടക്കുന്ന മറ്റ് വിഭവങ്ങൾക്ക്, മറ്റ് പുതിയ സൃഷ്ടജാലങ്ങൾ രൂപീകരിക്കപ്പെടുവാൻ തക്കവിധം വളമായി തീരാനൊക്കെ സാധിക്കും. അലിഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ് പുതിയ സൃഷ്ടി ഉണ്ടാവുക. തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ഈശോ സൂചിപ്പിക്കുന്നതാണ്. അവൻ ഗോതമ്പ് മണിയായി അലിഞ്ഞ് ഇല്ലാതാകും. 33-ാമത്തെ വയസ്സിൽ കാൽവരി കുരിശിൽ ലോകത്തിൻ്റെ പാപവിമോചനത്തിന് വേണ്ടി അവൻ അർപ്പിക്കപ്പെടുമ്പോൾ അവൻ്റെ ചുടുനിണത്തിൽ നിന്ന് തിരുസഭ വളർന്ന് പന്തലിക്കും. അവൻ്റെ ശിഷ്യ സമൂഹം ലോകം മുഴുവനും അവൻ്റെ വചന സമൃദ്ധി എത്തിക്കും. അങ്ങനെ ഗോതമ്പ് മണി അനേക ഫലങ്ങൾക്കായി ജീവൻ വെടിയുന്നു, ജീവൻ വെടിയാൻ പോകുന്നു. തൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് നിത്യതയിലേക്ക് അവൻ കടന്നു പോകുമ്പോൾ, യുഗാന്ത്യത്തിൽ അവൻ രാജനായി മടങ്ങി വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ജനത വലിയൊരു സമൂഹമായി ആത്മീയ ഉണർവിൻ്റെ മക്കളായിട്ട് തീരാൻ ആഗ്രഹത്തോടെ അവിടുന്ന് പ്രവചിക്കുകയാണ് തൻ്റെ മരണം. ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി താൻ അർപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മെ ഓരോരുത്തരെ നോക്കി അവിടുന്ന് ഉറക്കെ പറയുകയാണ്. കൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ, നമ്മൾ ഇന്നായിരിക്കുന്ന കാലഘട്ടത്തിൽ, ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലെ ഗോതമ്പ് മണി പോലെ അലിഞ്ഞില്ലാതാകണം. ഒരു പുതിയ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി, അത് കുടുംബജീവിതത്തിലാകാം, ഇടവകയിലാകാം, നാട്ടിലാകാം, ജനതകളുടെ ഹൃദയങ്ങളിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കളുടെ ഹൃദയത്തിൽ ജീവിക്കുമ്പോൾ, ഇടവകയിലെ വികാരിച്ചന്മാർ ജനത്തിൻ്റെ ഹൃദയങ്ങൾ ജീവിക്കുമ്പോൾ, സന്യസ്തര് ദൈവജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. അനേകരെ ദൈവത്തിലേക്ക് ആനയിച്ചു എന്നതിൻ്റെ ചാരിതാർത്ഥ്യവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങുവാൻ, അവൻ്റെ വിളി കേൾക്കാൻ, അവൻ എപ്പം വിളിച്ചാലും പോകാൻ തയ്യാറുള്ളവരായിട്ട് നാം ഇരിക്കണം. ഒപ്പം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുകയും വേണം. നല്ല ഈശോ ഈ രാത്രിയിൽ, ഈ പ്രഭാതത്തിൽ, ഈ പുതിയ ദിവസത്തിൽ, വലിയ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസം തൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഏറ്റവും ഹൃദയപരമാർത്ഥതയോടെ ഈ വലിയ ആഴ്ചയുടെ പുണ്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.